യേശുവേ ഉമ്മരുകിനിലെ ആവലലാ ഞാൻ വരുகிறேன். യേശുവേ ഉമ്മരുകിനിലെ ആവലലാ ഞാൻ വരുகிறேன். എന്നേരവും എന്തൻ ശ്വാസം ഉന്മയെ തുതിച്ചിടുമേ എന്നാളുമേ എന്തൻ വാഴ്കെ ഉന്തൻ മഹിമയെ പാടിടുമേ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഒരിക്കൽ കൂടി നിങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് സഭ കൂടാൻ സാധിക്കുന്നില്ലെങ്കിലും കർത്താവ് തന്ന വലിയ കൃപയാൽ എല്ലാവരുടെയും ഭവനത്തിലേക്ക് നമുക്ക് യൂട്യൂബ് വഴിയോ ടെലിവിഷൻ വഴിയോ ഒക്കെ കടന്നു വരാൻ തന്ന ഈ അവസരത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. കഴിഞ്ഞ ആഴ്ചയിലും അതിന് മുമ്പത്തെ ആഴ്ചയിലും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് മറന്നുപോയവർക്ക് വേണ്ടിയും പുതുതായിട്ട് കടന്നു വന്നവർക്ക് വേണ്ടിയും പറയുകയാണ്, കർത്താവിൻ്റെ രണ്ടാം വരവിന് മുമ്പ് ഒരു വരവുണ്ട്. അത് കർത്താവ് വന്ന് ഈ ഭൂമിയിൽ കാല് കുത്തുന്നില്ല, അവൻ ആകാശത്തിൽ മേഘങ്ങളിലേക്ക് വരികയുള്ളൂ. എന്തിനാണെന്ന് ചോദിച്ചാൽ തൻ്റെ പ്രിയപ്പെട്ട ജനത്തെ, തൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ ഭൂമിയിലേക്ക് വരുന്ന വിനാശത്തിൽ നിന്നും ദൈവത്തിൻ്റെ കോപത്തിൽ നിന്നും വീണ്ടെടുക്കാനായിട്ട് കർത്താവ് വന്ന് ഒരു പരുന്ത് കോഴിക്കുഞ്ഞിനെ റാഞ്ചിക്കൊണ്ടു പോകുന്നത് പോലെ തൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് വന്ന് എടുത്തുകൊണ്ടങ്ങ് പോവുകയാണ്. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് റാപ്ചർ. മലയാളത്തിലോ ഇംഗ്ലീഷിലോ ബൈബിളിൽ ആ വാക്കില്ലെങ്കിലും ഇതാണ് എൻ്റെ അർത്ഥം. തൻ്റെ പ്രിയപ്പെട്ടവരെ മാത്രം എന്ന് പറയുമ്പോൾ ബാക്കി ലോകത്തുള്ളവർ അതുപോലെ ജീവിക്കും. കൃഷി ചെയ്തും ബിസിനസ് ചെയ്തും നട്ടും നടിപ്പിച്ചും കല്യാണം കഴിച്ചും കല്യാണത്തിന് കൊടുത്തും ഒക്കെ തുടർന്നു പോകും. അവരറിയാൻ കൂടെ ഇല്ല, കർത്താവ് വന്ന് കൊണ്ടുപോകും. അപ്പം നമ്മൾ കർത്താവിൻ്റെ ആ വരവ്, ആ റാപ്ചറിന് വേണ്ടി എങ്ങനെയാണ് ഒരുങ്ങേണ്ടെന്ന് കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച തുടങ്ങി തീരാഞ്ഞതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞു, എന്നിട്ട് തീർന്നിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് മൂന്നാം ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. അതിൽ നമ്മൾ കേട്ട് കഴിഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഒന്ന്, ലോകത്തിൽ നിന്നും നമ്മൾ വേർതിരിഞ്ഞ് വേണം. ലോകത്തിലെ മനുഷ്യരെ പിശാചാണ് ഭരിക്കുക. അവരെ കർത്താവ് തന്നെ വിളിക്കുന്നത് പിശാചിൻ്റെ മക്കളെന്നാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ നാഥനും കർത്താവും രക്ഷകനുമായിട്ട് സ്വീകരിച്ച എല്ലാവരും ദൈവമക്കളാണ്. ആ ദൈവമക്കളുടെ പ്രത്യേകത, എല്ലാ 10 പ്രമാണങ്ങളും കർത്താവ് എടുത്ത് 2 പ്രമാണങ്ങളാക്കി. ആ പ്രമാണങ്ങൾ പാലിക്കുന്നവർ മാത്രം, എല്ലാവരും പാലിക്കാറില്ല എന്നുള്ളത് എനിക്ക് 42 കൊല്ലത്തെ ധ്യാനഗുരു എന്ന അനുഭവത്തിൽ അറിയാവുന്ന കാര്യമാണ്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കുക എന്ന് പറയുന്നത് ശരിക്കും ചിന്തിച്ചാൽ വളരെ കുറച്ച് പേരെ ചെയ്യാറുള്ളൂ. രണ്ടാമത്തത്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അവരായിരിക്കുന്നത് പോലെ, നിൻ്റെ വ്യവസ്ഥകൾ അനുസരിച്ചല്ല, അവരെങ്ങനെയാണോ അതുപോലെ സ്നേഹിക്കുക. യേശു നമ്മളെ സ്നേഹിച്ചത് നമ്മൾ വിശുദ്ധരായിട്ടല്ല, നമ്മൾ പാപികളായിരിക്കുമ്പോൾ നമ്മളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി ജീവൻ കൊടുത്തെങ്കിൽ എൻ്റെ ചുറ്റും നിൽക്കുന്ന, എൻ്റെ അടുത്തും പടുത്തും നിൽക്കുന്ന ഇവരെയൊക്കെ ഞാൻ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? അവരായിരിക്കുന്നത് പോലെ, അവരുടെ കുറ്റങ്ങളോടും കുറവുകളോടും കൂടെ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, തമ്മിലുള്ള ഐക്യമാണ്, യൂണിറ്റിയാണ്. എത്ര പേരുണ്ടെങ്കിലും കർത്താവ് പറഞ്ഞത്, പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന്. പ്രിയപ്പെട്ടവർ, അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഞങ്ങൾ കുറച്ചു പേര് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ പറയുന്നതെല്ലാം അതുപോലെ സ്വീകരിക്കുന്നുണ്ട്, അതുപോലെ അംഗീകരിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമായിട്ടാണ്. വചനത്തിൽ പറയുന്നു, പത്രോസ് പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ ബാക്കി 12 പേര് അവൻ്റെ കൂടെ എഴുന്നേറ്റ് നിന്നു. എന്ത് അടയാളമായിരുന്നു? പത്രോസ് എന്തു പറയുന്നു അതിനെല്ലാം ആമേൻ പറയാൻ
പറയുന്നു എന്നുള്ളതിന് അടയാളമാണ് നിൽക്കുന്നത്. ഇപ്പോൾ യേശുനാമത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതിന് ആമേൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരാണ് എൻ്റെ ചുറ്റുമുള്ളത്. ഐക്യമാണ്, യൂണിറ്റിയാണ്. ഇതാണ് വിശുദ്ധി. വിശുദ്ധി കൂടാതെ ആരും ദൈവത്തെ അറിയത്തില്ല. പ്രിയപ്പെട്ടവർ, നമ്മൾ വന്നിരിക്കുന്നത് ദൈവത്തെ, യേശുവിനെ ആരാധിക്കാനാണ്. നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് തുടർന്ന് യേശുവിനെ ആരാധിച്ചുകൊണ്ട് ഈ ഗാനം യേശുവിനെ വിളിച്ചൊന്ന് പാടാം. യേശുവേ 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 അരുകിനിലേ ആവരാ ഞാൻ വരുകിലേ യേശുവേ അരുകിനിലേ ആവരാ ഞാൻ വരുകിലേ. Praise the Lord. Hallelujah. The word says, Romans 10:13, whoever calls upon the Lord shall be saved. Here the word says, whoever calls upon the Lord will be saved. And this means not a particular person, a person in Christianity or a person born in a Christian religion will be saved. And this particular verse says, where are you getting saved from? It's from sin. And what keeps you from calling the name of the Lord? Is it because you are not a Christian, or is it the sinful nature which is behind you, which is stopping you to call the name of Jesus? Our Lord Jesus Christ came to save the sinners, not the Christians or not the saints, or nobody can save you except the blood of Jesus. And you take John 3:16, and it says, whoever believes in the Lord shall be saved, is said in Romans 10:13. And John 3:16 says, God so loved the world that he gave his only begotten Son, so that you may not perish and you may have everlasting life. And this world means everybody, the human race. So nothing stops you from calling the name of the Lord Jesus, and you shall be saved. യേശുവേ 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 യേശുവേ
എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ വർഷിപ്പിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിന്ന് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകാനാണെങ്കിലോ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും പോകുമ്പോഴത്തേക്ക് നമ്മളോട് നമ്മളെ സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്താലേ നമ്മളെ അകത്തേക്ക് കയറ്റുകയുള്ളൂ. അത് ബാക്കി എൻട്രൻസുകളെല്ലാം അടച്ചിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ സ്കാനിങ് കഴിയാതെ നമ്മളെ അകത്തേക്ക് കയറാനും പറ്റത്തില്ല. ഇതുപോലെ തന്നെയാണ് യേശുവിൻ്റെ കാര്യത്തിൽ വരുമ്പോഴും നമ്മൾ ആ ഒരൊറ്റ യേശു എന്ന ഒരു വാതിലിലൂടെ മാത്രമേ പിതാവിൻ്റെ അടുക്കിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. അതിനൊരു സ്കാനിങ് ഒക്കെ ഉണ്ട്. ആ സ്കാനിങ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഉള്ളിലെ മനുഷ്യൻ, ആത്മാവ്, അത് എത്രത്തോളം പ്യുവറാണെന്നുള്ളത്. അത് എത്രത്തോളം പ്യുവറാണ് അതുപോലെ ആയിരിക്കും. അതുകൊണ്ട് ആ ഒരു പെർമിഷനാണ് നമുക്ക് അകത്തേക്ക് കടക്കാൻ നമ്മളെ അനുവദിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുറത്തെ മനുഷ്യൻ പൊളിഞ്ഞു പോയി നമ്മുടെ പുറത്തെ മനുഷ്യനെ ക്രൂശിച്ച് നമ്മളെ പല പരീക്ഷണങ്ങളിലൂടെ പോയി നമ്മുടെ അകത്തെ മനുഷ്യൻ സ്ട്രെങ്തൻ ചെയ്ത് വന്ന് യേശുവിനോടൊപ്പം സ്ട്രെങ്തൻ ചെയ്ത് വന്ന് നമ്മൾ എന്നാലേ ആ ഒരു വഴി കൂടെ നമുക്ക് നിത്യതയിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ പിതാവിൻ്റെ അടുക്കിലേക്ക് ആരും കടക്കുന്നില്ല. സോ ഹീസ് ദ ഒൺലി വേ. അപ്പോൾ നമ്മൾ ഈ വർഷിപ്പിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ എത്ര കൈവൊക്കെ ആരാധിച്ച് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും യേശുവിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ ആരാധിച്ചതിൽ ഇതിനൊന്നും ഒരു കാര്യവുമില്ല. നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പക്ഷേ യേശുവിനെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ യേശുവിനെ മെയിൻ ഫോക്കസ് പോയിൻ്റായിട്ട് വെച്ചുകൊണ്ട് എല്ലാം ചെയ്താലും അത് നമുക്ക് ഇത് ഗ്രേസ് മാർക്കായിട്ട് ഇങ്ങനെ വീണ് വരും. അപ്പോൾ യേശുവിനെ മനസ്സിൽ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വെച്ച് ലെറ്റ്സ് വർഷിപ്പ് ദ ലോർഡ്. അതുകൊണ്ട് നമുക്ക് യേശുവിനെ എല്ലാവർക്കും ഒരുമിച്ച് പാടാം. ഉന്മരുകിനിലെ ആവലാ ഞാൻ വരുகிறேன் യേശുവേ ഉന്മരുകിനിലെ ஆவலா நான் வருகிறேன் என் நேரமும் என் தன் சுவாசம் உம்மையே துதிச்சிடுமே எந்நாளுமே என் தன் வாழ்க்கை பாடிடுமே இயேசுவே 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 உம்மருகினிலே ஆவலா நான் வருகிறேன் இயேசுவே உம்மருகினிலே ஆவலா நான் வருகிறேன் என் நேரமும் என் தன் சுவாசம் உம்மையே துதிச்சிடுமே எந்நாளுமே என் தன்
യേശുവേ 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 കർത്താവിൻ്റെ വചനം പറയുന്നു, ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ മധ്യത്തിൽ, ഭൂമിയിലെ മനുഷ്യരുടെ മധ്യത്തിൽ നമുക്ക് രക്ഷ പ്രാപിക്കാൻ വേണ്ടി വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഇന്ന് പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നവരുൾപ്പെടെ യേശുവിൻ്റെ നാമം മാറ്റിവെച്ചിട്ട് മറ്റ് പല നാമങ്ങളും വിളിക്കുന്ന അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത്. എന്നാൽ യേശു, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരേ ഒരു നാമം, ആ നാമം യേശു മാത്രം. ആ യേശുവിനെ വിളിച്ചിരുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. അതുകൊണ്ട് നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ ഞാനിപ്പോൾ നിങ്ങളോട് യാചിക്കുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി, ഞങ്ങൾ കാണിക്കുന്നത് പോലെ കരങ്ങൾ ഉയർത്തി ഒന്നുകൂടി ഒന്ന് പാടുക ഞങ്ങളുടെ കൂടെ. യേശുവേ യേശുവിൻ്റെ നാമത്തിൽ ഒരു ശനിയാഴ്ചയും കൂടെ നമ്മൾ വീണ്ടും ഒത്തൊരുമിച്ചിരിക്കുക. അവൻ്റെ വലിയ കൃപ കൊണ്ടാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്ന വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അവൻ്റെ വചനത്തെ കേൾക്കാൻ, അവനെ പാടി സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താൻ നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുക. കർത്താവ് പറയുന്നത്, എൻ്റെ നാമത്തിൽ 2 or 3 പേർ ഒന്നിച്ചു കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടാവും എന്ന് പറയുന്ന കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് നമ്മുടെ മധ്യേ അവനുണ്ട്. അവനെ സ്തുതിച്ച് നമുക്ക് ആരാധിക്കാം. അവൻ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന വചനങ്ങളെ ദേവദാസൻ്റെ നാവിലൂടെ നമുക്ക് കേൾക്കാം. ഏറ്റെടുക്കുന്നവനായ കർത്താവ് നമ്മളെ വീണ്ടും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് കൊണ്ട്, അത് ഒന്നും നമ്മുടെ പദ്ധതി കൊണ്ടല്ല, നമ്മുടെ ചിന്ത കൊണ്ടോ നമ്മുടെ എന്തെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ടോ അല്ല, അവൻ്റെ വലിയ കൃപ കൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുന്നത്. നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്ന സഭയോട് ചേർന്ന് നമ്മൾ സഹോദരങ്ങളെല്ലാവരും ഒത്തൊരുമയോടെ ആയിരിക്കുന്ന സ്വർഗം ഒത്തിരി ഇഷ്ടപ്പെടുന്ന കാര്യമായതുകൊണ്ടാണ് നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. നമുക്ക് അവൻ്റെ വചനങ്ങളെ ശ്രവിക്കാം, നമുക്ക് പാടി ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ആരാധനയിൽ വസിക്കുന്നവനായ യേശുവിനെ നമുക്ക് എല്ലാവർക്കും ഒരു മനസ്സോടുകൂടി ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. നമുക്ക് മ്യൂസിക് മിനിസ്ട്രിയോട് ചേർന്ന് നമുക്ക് എല്ലാവർക്കും ആയിരിക്കുന്നിടത്ത് സന്തോഷത്തോടെ നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് അവനെ ആരാധിച്ച് ആരാധനയ്ക്ക് യോഗ്യൻ പരിശുദ്ധാത്മാവേ. Hallelujah. Hallelujah, Lord. We thank you, Lord. We thank you, Jesus. Hallelujah, Lord. भंवर के बीच में तू कहता है थम जा, तू मेरी ताकत है, तू ही मेरा ईमान. भंवर के बीच में
तू कहता है थम जा, तू मेरी ताकत है, तू ही मेरा ईमान। बीत कल में तू साथ मेरे था, आज भी मेरे साथ है खड़ा। आने वाले कल में भी होगा। उठते हुए तूफानों में तू ही मेरी चट्टान। बढ़ती हुई लहरों पे तेरे कदमों के निशान। उठते हुए तूफानों में तू ही मेरी चट्टान। बढ़ती हुई लहरों पे तेरे कदमों के निशान। बीमारियों में तू कहता है उठ जा, यहोवा राफा। तू ही मेरी शिफा। बीमारियों में तू कहता है उठ जा, यहोवा राफा। तू ही मेरी शिफा। बीत कल में तू साथ मेरे था, आज भी मेरे साथ है खड़ा। आने वाले कल में भी होगा। उठते हुए तूफानों में तू ही मेरी चट्टान। बढ़ती हुई लहरों पे तेरे कदमों के निशान। उठते हुए तूफानों में तू ही मेरी चट्टान। बढ़ती हुई लहरों पे तेरे कदमों के निशान। बीमारी देख तेरा सर झुका, मुझ पर तेरा बस न चल सका। ऐसा कोई शस्त्र ना बना जो कर सकेगा मेरा सामना। बीमारी पर तेरा सर झुका, मुझ पर तेरा बस न चल सका। ऐसा कोई शस्त्र ना बना जो कर सकेगा मेरा सामना। उठते हुए तूफानों में तू ही मेरी चट्टान। बढ़ती हुई लहरों पे तेरे कदमों के निशान। उठते हुए तूफानों में तू ही मेरी चट्टान। बढ़ती हुई लहरों पे तेरे कदमों के निशान। எழும்பி வரும்
எழும்பி வரும் புயல்களிலே நீரே எந்தன் கண்மலை. பொங்கி வரும் அலைகளிலே உம் பாதத்தின் சுவடுகளே. எழும்பி வரும் புயல்களிலே நீரே எந்தன் கண்மலை. பொங்கி வரும் அலைகளிலே உம் பாதத்தின் சுவடுகளே. எழும்பி வரும் அலைகளிலே புயல்களிலே நீரே எந்தன் கண்மலை. பொங்கி வரும் அலைகளிலே உம் பாதத்தின் சுவடுகளே. எழும்பி வரும் அலைகளிலே நீரே எந்தன் கண்மலை. பொங்கி வரும் அலைகளிலே உம் பாதத்தின் சுவடுகளே. worship you, Father. Oh, Jesus. Oh, Jesus, we worship you, Lord. Oh, hallelujah. We bow before you, Lord. Hallelujah, Lord. We bow before you, Jesus. Hallelujah. Oh, you're the mighty God. Oh, we thank you, Lord.
സുവടുകളെ ചുംബി വരും പുയകളിലെ കൺമലേ പൊങ്ങി വരും അലകളിലെ महिमा सारा आदर लाते हैं तुझको सारी महिमा सारा आदर लाते हैं तुझको दिल के करीब करीब है जाऊं कहाँ ये तो बता तेरे सिवा जाऊं कहाँ क्योंकि तू है तू है तू है यहाँ क्योंकि तू है तू है तू है यहाँ दिल के करीब मेरा प्रभु और नहीं तुझा दिल के करीब मेरा प्रभु और नहीं तुझा के करीब है वो मेरे करीब है जाऊं कहाँ ये तो बता तेरे सिवा जाऊं कहाँ क्योंकि तू है तू है तू है यहाँ क्योंकि तू है तू है तू है यहाँ क्योंकि तू है तू तू है Oh, you're my Father. Oh, you're my Jesus. Oh, Jesus. Oh, Jesus.
യേശുവേ മഹത്വം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഓ നന്ദിയോട് വാഴ്ത്തുന്നു കർത്താവേ. ഓ നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. യേശുവേ നന്ദിയോട് ഉയർത്തുന്നു കർത്താവേ. യേശുവേ സ്തോത്രം. എന്റെ പിതാവുമാകുന്നു കർത്താവേ. ഹല്ലേലൂയ. ഓ നന്ദിയോടെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. യേശുവേ സ്തോത്രം. ഓ നന്ദിയോടെ നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു യേശുവേ കർത്താവേ. മഹത്വം. നീയാണ് ദൈവം. യേശുവേ സ്തോത്രം. നീയാണ് അത്യുന്നതനായ ദൈവം. യേശുവേ നന്ദി. നീയാണ് മഹോന്നതനായ യേശുവേ ദൈവം. ആരാധന. ഓ ആകാശത്തിലും യേശുവേ ഭൂമിയിലും മഹത്വം. നീ അല്ലാതെ മറ്റൊരു ദൈവമില്ല. ഓ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. ഓ യേശുവേ നീയാണ് ഞങ്ങളുടെ ഉടയവൻ. നീയാണ് ഞങ്ങളുടെ സൗഖ്യദായകൻ. ഓ പിതാക്കന്മാരുടെ ദൈവം. രാജാക്കന്മാരിൽ രാജാവായ ഓ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. നന്ദിയോടെ നിന്നെ ആരാധിക്കുന്നു കർത്താവേ. ഓ നന്ദിയോടെ 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 ഓ നന്ദിയോടെ ഓ നന്ദിയോടെ है वो मेरे करीब है। ആമേൻ. जाऊं कहाँ ये तो बता, तेरे सिवा जाऊं कहाँ ആമേൻ. ഹല്ലേലൂയ. दिल के करीब है वो मेरे करीब है। ആമേൻ. जाऊं कहाँ ये तो बता, तेरे सिवा जाऊं कहाँ, क्योंकि तू है, तू है, तू है यहाँ, Jesus. क्योंकि तू है, ഹല്ലേലൂയ. तू है, तू है यहाँ, ആമേൻ. ഹല്ലേലൂയ. क्योंकि तू है, तू ഹല്ലേലൂയ. I love you. तू है I love you Jesus. यहाँ, ആമേൻ. Jesus. ഹല്ലേലൂയ. क्योंकि तू Mighty name of Jesus. तू है, Oh Jesus. ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. यहाँ, ഓ Jesus. Hallelujah. Thank you Jesus. Oh, Rabba Shele Karaba. Oh thank you We Jesus. thank you, Father. Oh thank you. We thank you, Jesus. Hallelujah. Thank you Jesus. Oh thank you Lord. Oh thank you Jesus. Oh hallelujah glory. Shabba baba God of our fathers, we proclaim your name. Show the way to your chosen people. Rock defender, we trust only you. In the name of Yeshua. God of our fathers, we proclaim your name. Comforter, giver of joy. We find peace from our troubles in you. In the name of Yeshua, we will lift up the precious name of our Savior. We will give Him glory. We will lift up the holy name of Yeshua. We will lift up the precious name of our Savior. We will give Him glory. We will lift up the holy name of Yeshua. In the holy name of Yeshua. God of our fathers, we proclaim your name. You who sees our needs, who keeps your promise.
You are God our shepherd, we lack nothing. In the name of Yeshua, God of our fathers, we proclaim your name. There is no other name by which you save. Joy and liberty are given this name. In the name of Yeshua, we will lift up the precious name of our Savior. We will give Him glory. We will lift up the holy name of Yeshua. We will lift up the precious name of our Savior. We will give Him glory. We will lift up the holy name of Yeshua. In the holy name of Yeshua, the name of salvation, the name of redemption, the name of deliverance, Emmanuel. The name of salvation, the name of redemption, the name of deliverance, Emmanuel. The name of salvation, the name of redemption, the name of deliverance, Emmanuel. The name of salvation, the name of redemption, the name of deliverance, Emmanuel. We will lift up the precious name of our Savior. We will give Him glory. We will lift up the holy name of Yeshua. We will lift up the precious name of our Savior. We will give Him glory. We will lift up the holy name of Yeshua. We will lift up, Oh Jesus. the precious name of Hallelujah. our Savior. We will give Him glory. We will lift up the holy name of Yeshua. In the holy name of Yeshua, the name of salvation, the name of redemption, the name of deliverance, Emmanuel. The name of salvation, the name of redemption, the name of deliverance, Emmanuel. The name of salvation, the name of redemption, the name of deliverance, Emmanuel. The name of salvation, the name of redemption, the name of deliverance, Emmanuel. The name of salvation, the name of redemption, the name of deliverance, Emmanuel. The name of salvation, the name of redemption, the name of deliverance, Emmanuel. The precious name of Hallelujah. Bless the name. All the glory belongs to Jesus Christ alone. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരേ വിഷയത്തിൻ്റെ തന്നെ മൂന്നാമത്തെ ആഴ്ചയിൽ അതിൻ്റെ ബാക്കി ഭാഗം പറയാൻ പോവുകയാണ്. നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് 2 ആഴ്ച മുമ്പ് തുടങ്ങി
ദ റാപ്ചറിനെ കുറിച്ച്, ഹൗ ടു ബി റെഡി ഫോർ ദ റാപ്ചർ. രണ്ടാമത്തെ ആഴ്ച, അതായത് കഴിഞ്ഞ ആഴ്ചയിലും അതിൻ്റെ ബാക്കി ഭാഗം ഹൗ ടു ബി റെഡി ഫോർ ദ റാപ്ചർ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. അതൊക്കെ തീരാഞ്ഞതുകൊണ്ട് വീണ്ടും ഈ ആഴ്ച അതിൻ്റെ ബാക്കി ഭാഗം പറയുകയാണ്. നമ്മൾ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്നത് ദൈവമക്കൾ, ദൈവത്തിൻ്റെ യഥാർത്ഥ മക്കളുടെ പദവിയിലേക്ക് വന്ന് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുതലും യേശുവിൻ്റെ ആ വലിയ രക്ഷയും പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവുമൊക്കെ അനുഭവിച്ചവർക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു വലിയ കാര്യമാണ്. നമ്മൾ വായിച്ചു കേട്ടതാണ് നേരത്തെ. തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ഒരു ജനത്തിനു വേണ്ടിയാണ് യേശു വരിക. ആരാണ് ഈ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നത്? ലോകത്തിലുള്ള മനുഷ്യരൊന്നും കാത്തിരിക്കാറില്ല. കാര്യം ലോകം എന്ന് പറയുന്നത് പിശാചിൻ്റെതാണ്, പിശാച് ഭരിക്കുന്നതാണ്. അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ആ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കിയെങ്കിലേ നമ്മളൊക്കെ, നമ്മുടെ ആരുടെയും കുറ്റമല്ല, നമ്മളൊക്കെ ജനിച്ചത് പിശാചിൻ്റെ മക്കളായിട്ട്, പിശാചിൻ്റെ ആധിപത്യത്തിലാണ്, പിശാചിൻ്റെ അടിമത്തത്തിലാണ്. ഇതെപ്പോൾ ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ, ആദവും ഹവ്വായെയും ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഛായയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചതെങ്കിലും ദൈവത്തിൻ്റെ അതേ അധികാരവും അതേ ശക്തിയും ദൈവാത്മാവിൻ്റെ നിറവും എല്ലാം കൊടുത്ത് എല്ലാ സമയവും ദൈവവുമായിട്ട് നല്ല കൂട്ടായ്മയിൽ കഴിഞ്ഞവർ, അവർക്ക് ഏദൻ തോട്ടത്തിൽ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ചിലതൊക്കെ അടയാളങ്ങളാണ്, പഴയ നിയമമാണ്. പഴയ നിയമം ഒരു നിഴലാണ്, നമ്മൾ യാഥാർത്ഥ്യമാണ് പുതിയ നിയമം. അപ്പോൾ പഴയ നിയമത്തിലെ ആ നിഴൽ എന്ന് പറയുന്നത് ഈ ഏദൻ തോട്ടത്തിൽ ഒരുപാട് വൃക്ഷങ്ങളുണ്ടായിരുന്നു. ആ ഏദൻ തോട്ടത്തിന് നടുവിൽ രണ്ട് പ്രധാനപ്പെട്ട വൃക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ജീവൻ്റെ വൃക്ഷവും നന്മതിന്മകളെക്കുറിച്ച് അറിയാവുന്ന വൃക്ഷവും. ജീവൻ്റെ വൃക്ഷം സൂചിപ്പിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്. കാരണം യേശുക്രിസ്തു പറഞ്ഞു, ഞാനാണ് ജീവൻ, ഞാനാണ് വഴിയും സത്യവും ജീവനും. യോഹന്നാൻ 14:6 പറയുന്നുണ്ട്. എല്ലാം വായിച്ച് കേൾപ്പിക്കുന്നില്ല, നീ ഇതൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഞാനാണ് ജീവനും പുനരുത്ഥാനവും. അല്ലെങ്കിൽ യോഹന്നാൻ 1:1-4 വരെ വായിച്ചാൽ കാണാം, യേശുവിനെ കുറിച്ച് പറയുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ജീവൻ, ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്നും മെനഞ്ഞെടുത്തിട്ട് അവനെ ശരീരത്തിലേക്ക് ദൈവം തൻ്റെ ജീവൻ അവൻ്റെ മൂക്കിലേക്ക് ഊതിക്കൊടുത്തെന്ന് പറയുന്നു. എന്നിട്ട് വചനം പറയുന്ന ദൈവത്തിൻ്റെ ജീവൻ ഊതിക്കൊടുത്തപ്പോൾ അവൻ ജീവനുള്ളവനായി തീർന്നു. അപ്പോൾ അതുവരെ മണ്ണുകൊണ്ടുണ്ടാക്കിയപ്പോൾ ജീവനില്ലായിരുന്നു. ആ മൺസ്വരൂപത്തിലേക്ക് ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഈ ശരീരം മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ്. ഈ മണ്ണിലായിരിക്കുമ്പം ജീവനില്ല. ഈ മണ്ണിലേക്ക് ദൈവം തൻ്റെ ജീവൻ ഊതിക്കൊടുത്തപ്പോൾ ജീവൻ വന്നു. അതേത് ജീവനാണ്? യേശുവാണ്. ആ ജീവൻ നിലനിർത്തണമെങ്കിൽ എപ്പോഴും യേശുവുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധം, ഒരു ഫെലോഷിപ്പ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഫാനുണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, ഫ്രിഡ്ജുണ്ട്. ഇതൊക്കെ നടക്കുന്നത് നിരന്തരമായിട്ട് ഈ ഇലക്ട്രിക് സാധനങ്ങൾ ഇലക്ട്രിസിറ്റി ആകുന്ന വലിയ ഒരു ശക്തിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. എപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലാതായി തീരുന്നോ, എപ്പോൾ ടൗണിലൊക്കെ ഇലക്ട്രിസിറ്റി ഓഫാക്കുമ്പം, വീട്ടിലെ ഇലക്ട്രിസിറ്റി പോയി കഴിയുമ്പം ലൈറ്റ് കത്തുകയില്ല, ഫാൻ കറങ്ങത്തില്ല, ഫ്രിഡ്ജ് ഓണാകുന്നില്ല. കാര്യം ഇലക്ട്രിസിറ്റി പോയി എന്ന് പറയുന്നത് പോലെ ദൈവം ഊതി തന്ന ജീവൻ യേശു എനിക്ക് കാണണമെങ്കിൽ എപ്പോഴും ഞാൻ യേശുവുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധത്തിൽ തുടരണം. ആ ബന്ധം വിട്ടുപോകുമ്പോൾ ഞാൻ ഓഫായി എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചു. ആര് മരിച്ചു? ഈ ശരീരമല്ല, ശരീരം മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു ഉടുപ്പാണ്. യഥാർത്ഥ ഞാൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. ദൈവത്തിൻ്റെ ഛായ എന്നതാ? ദൈവം ആത്മാവാണെന്ന് വചനം പറയുന്നു. അപ്പോൾ ആത്മാവായ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും എന്നെ നിങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ഞാനും നിങ്ങളും ആത്മാവാണ്. ഈ ആത്മാവിന് ജീവൻ വരണമെങ്കിൽ ആത്മാവായ ദൈവവുമായിട്ട് നിരന്തരമായ
അഭേദ്യമായ ബന്ധമുണ്ടായിരിക്കണം. ആ ബന്ധം എപ്പോൾ വിട്ടുപോകുന്നോ, ആത്മാവ് മരിച്ചു എന്ന് പറയുമ്പോൾ ആത്മാവ് ചത്തുപോയെന്നല്ല, മരിച്ചു എന്ന് പറയുമ്പോൾ ദൈവവുമായിട്ട് വിച്ഛേദിക്കപ്പെട്ടു പോയി. ഇലക്ട്രിസിറ്റി പോകുമ്പോൾ ഫാനില്ലെന്ന് വരുന്നില്ല, ലൈറ്റ് ഇല്ലെന്ന് വരുന്നില്ല. ലൈറ്റുണ്ട്, ഫാനുണ്ട്, പക്ഷേ കറങ്ങുന്നില്ല, കത്തുന്നില്ല. കാര്യം അതിനൊക്കെ ജീവൻ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി ഇപ്പോൾ ഇല്ല. അപ്പോൾ എൻ്റെ ആത്മാവ് മരിച്ചു എന്ന് പറഞ്ഞാൽ ആത്മാവ് അവിടെ ഉണ്ട്, പക്ഷേ ആത്മാവിന് ജീവനില്ല. കാര്യം ജീവനാകുന്ന യേശുവുമായിട്ട് ബന്ധം വിട്ടുപോയി. പിശാച് കാണിച്ചു കൊടുത്തു നന്മതിന്മകളുടെ വിഷയത്തിലേക്ക് പോവുക. നന്മതിന്മകളുടെ വിഷയം സൂചിപ്പിക്കുന്നത് മനുഷ്യന് ദൈവത്തെ കൂടാതെ സ്വതന്ത്രമായിട്ട് അവൻ്റെ ഇഷ്ടപ്രകാരം, അവൻ്റെ ആലോചന പ്രകാരം, അവൻ ചിന്തിക്കുന്നത് പോലെ അവൻ്റെ സ്വാർത്ഥപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥയാണ്. യേശുവില്ലാത്ത ജീവിതം, ദൈവമില്ലാത്ത ജീവിതം, അതാണ് പാപം. ആ പാപം എന്നിലേക്കും നിങ്ങളിലേക്കും മരണം കൊണ്ടുവന്നു. എന്തു മരണം? ആത്മീയ മരണം. ഈ ആത്മീയ മരണത്തിൽ ഞാൻ ജനിക്കുന്നു. എൻ്റെ അമ്മയുടെ ഉദരം മുതലേ ഞാൻ പാപിയാണെന്ന് വചനം പറയുന്നുണ്ട്. എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുമ്പോഴും ഞാൻ പാപിയാണ്. ഞാൻ കല്യാണം കഴിക്കാൻ പ്രായമാകുന്നത് വരെ ഞാൻ പാപിയാണ്. കല്യാണം കഴിക്കുമ്പോഴും ഒരു പാപിയെ കല്യാണം കഴിക്കുന്നു. ഞാനും എൻ്റെ കൂട്ടുകാരിയായ പാപിയും കൂടെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുമ്പോഴും അവരും പാപികളാണ്. ഒരു കാലത്ത് വയസ്സായി 90 100 120 വയസ്സായി കഴിയുമ്പം ശരീരത്തിലും മരിക്കുന്നു. ഈ പാപിയായ ഈ 120 വയസ്സുള്ള മനുഷ്യൻ മരിക്കുമ്പോഴും അവൻ പാപത്തിൽ മരിക്കുന്നു. പാപം ഉള്ളവൻ ദൈവത്തിലേക്ക് പോകുന്നില്ല. ഈ അവസ്ഥയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനാണ് കർത്താവ് വന്നത്. ഇതിന് പരിഹാരമായിട്ട് യാതൊരു മാർഗവും മനുഷ്യന് ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ നോക്കിയപ്പോൾ അവൻ നഗ്നനാണ്. അന്ന് വരെ അവൻ നഗ്നനായിരുന്നു, പ്രശ്നമൊന്നുമില്ലായിരുന്നു. അവന് പച്ചയ്ക്ക് കാണാം അവൻ്റെ കൂടെ നിൽക്കുന്ന പെണ്ണിന് തുണിയില്ല, അവൻ്റെ കൂടെ നിൽക്കുന്ന ആണിന് തുണിയില്ല. അവർക്കിതൊന്നും ബാധിച്ചിട്ടില്ല. കാര്യം അവർ പരിശുദ്ധരാണ്, അവരുടെ കണ്ണ് പരിശുദ്ധമാണ്. പക്ഷേ പാപം വന്നപ്പോഴല്ലേ, അയ്യോ തുണിയില്ലല്ലോ, നഗ്നനാണല്ലോ, അപ്പോഴാണ് അസ്ഥിയില പറിച്ച് ഉടുത്തത് പാപം മറയ്ക്കാൻ. ഇവിടെയാണ് കർത്താവ് പറഞ്ഞത്, ഈ പാപം നിന്നെ കൊണ്ട് ചെയ്യാൻ മറയ്ക്കാൻ പറ്റത്തില്ല. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ഷീൻ പറയുന്നു, ഇത് മനുഷ്യൻ നിർമ്മിച്ച ആദ്യത്തെ മതമാണ്. മതം എന്നതാ? മനുഷ്യൻ നിർമ്മിച്ചതാ. എന്താ മതം ചെയ്യുന്നത്? മനുഷ്യൻ്റെ കഴിവ് ഉപയോഗിച്ച് ദൈവത്തിലേക്ക് ചെല്ലാൻ വേണ്ടി അവൻ്റെ പരിശ്രമമാണ്. അതാണ് ഈ അത്തിയില. ഈ അത്തിയില മതം കൊണ്ട് കർത്താവിനടുക്കെ പോകാൻ പറ്റാത്തത് കൊണ്ട് കർത്താവ് എന്നെ എടുത്തു, അവനൊരു അടയാളം കാണിച്ചു കൊടുത്തു. ഒരു നിഴല്, ഒരു നിഷ്കളങ്കയായ കുഞ്ഞാടിനെ കൊന്ന് രക്തം പുരണ്ട തൊലിയെടുത്ത് അവനെ ഉടുപ്പിച്ചു. ഇതൊരു നിഴലായിരുന്നു. കാര്യം വചനം പറയുന്നു, രക്തം ചിന്താതെ പാപമോചനമില്ല, രക്തം ചിന്തിയേ മതിയാവും. അപ്പോൾ പഴയ നിയമം മുഴുവനും ഈ രക്തം ചിന്തിക്കൊണ്ടുള്ള ബലികളൊക്കെയാണ് അർപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കാലത്തിൻ്റെ പൂർത്തീകരണത്തിൽ യഥാർത്ഥ ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു ഈ ലോകത്തിലേക്ക് വന്ന്, ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ സ്വയം ഏറ്റെടുത്ത്, ശാപമേറ്റെടുത്ത്, രോഗമേറ്റെടുത്ത്, എല്ലാ പ്രശ്നങ്ങളും ഏറ്റെടുത്ത് കുരിശിൽ അവർക്ക് വേണ്ടി അവരുടെ പാപത്തിന് പരിഹാരമായിട്ട് അവൻ തന്നെ മരിച്ചു, അടക്കപ്പെട്ടു. എന്നാൽ പരിശുദ്ധാത്മാവിൻ ശക്തിയാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമ്മുടെ മധ്യത്തിൽ വിജയം വരിച്ച യേശു ജീവിക്കുന്നു. അപ്പം വിജയം വരിച്ച യേശു അവൻ ജീവനാണ്, ദൈവത്തിൻ്റെ ജീവനാണ്. ആ യേശുവിനെ ഞാൻ അറിയണം. യോഹന്നാൻ 17:3 വായിച്ചേ. യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. ഏകസത്യ ദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. യേശു ക്രിസ്തുവിനെ അറിയുക. യേശു ക്രിസ്തുവിനെ പറ്റി അറിയുകയല്ല പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ പറ്റി ഈ ലോകത്തിലുള്ള വിശ്വാസിക്കും അവിശ്വാസിക്കും ദൈവമില്ലെന്ന് വാദിക്കുന്നവർക്കും അറിയാം. എന്തുവേണ്ടി പിശാചിന് പോലും അറിയാം. യേശുക്രിസ്തുവിനെ പറ്റി അറിയുന്ന ആരും രക്ഷപ്പെടുന്നില്ല. യേശുക്രിസ്തുവിനെ അറിയണമെങ്കിൽ
ഈ നിങ്ങളുടെ മുമ്പിൽ കറങ്ങുന്ന ഫാനോ ലൈറ്റോ ഒക്കെ കത്തണമെങ്കിൽ അത് ഇലക്ട്രിസിറ്റിയെ ഒന്ന് അറിയണം. എങ്ങനെയാണ് അറിയുന്നത്? ഇലക്ട്രിസിറ്റി ആയിട്ടൊന്ന് ബന്ധപ്പെടണം. നിരന്തരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ആ ശക്തി വന്നിട്ട് ഫാൻ കറങ്ങുന്നു, ലൈറ്റ് കത്തുന്നത് പോലെ ഞാൻ യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ എന്നിൽ ദൈവത്തിൻ്റെ ജീവൻ വരുന്നു, ദൈവത്തിൻ്റെ സ്വഭാവം വരുന്നു, ദൈവത്തിൻ്റെ ശക്തി വരുന്നു, ദൈവത്തിൻ്റെ അധികാരം വരുന്നു. അങ്ങനെ എത്ര പേരുണ്ടോ അങ്ങനെയുള്ളവർക്ക് ഒന്നിച്ചു കൂടുന്ന കൂട്ടായ്മയാണ് കർത്താവ് സഭ, ചേർച്ച് എന്ന് വിളിക്കുന്നത്. അനേകർക്ക് ചർച്ച് എന്ന് പറഞ്ഞാൽ കല്ലുകൊണ്ടും ഇഷ്ടിക കൊണ്ടും മണ്ണ് കൊണ്ടും നിർമ്മിച്ച കപ്പൽ പോലത്തെയും എയ്റോപ്ലെയിൻ മാതിരിയുള്ള വലിയ വലിയ പള്ളികളാണ് സഭ. മനുഷ്യൻ്റെ അന്ധതയാണത്. അല്ലെങ്കിൽ ചില സഭകളിലൊക്കെ വലിയ വലിയ വേഷവിധാനങ്ങളൊക്കെ ഇട്ട് നടക്കുന്നത് അവർ ആണ് സഭ. അതും അറിവില്ലായ്മയാണ്. അതല്ല സഭ. നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച് കേട്ടതാണ്. എന്താണ് സഭ? സഭ യേശുവിൻ്റെ ശരീരമാണ്. യേശുവിൻ്റെ ശരീരം. ആ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശിരസ്. ആ ശിരസ്സാണ് യേശു. ആ ശിരസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ബാക്കി അവയവങ്ങൾ. എൻ്റെ കയ്യ്, കാല്, മൂക്ക്, ചെവി, കണ്ണ് എന്ന് വേണ്ട എല്ലാം ഈ ശിരസ്സുമായിട്ട് ഒന്നിച്ചിരിക്കുമ്പോൾ ഈ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഒരു ചെറു വിരലൊന്ന് മുറിഞ്ഞാൽ വേദന എടുക്കുമല്ലോ. എവിടെയാണ് വേദന? ഇവിടെ മാത്രമല്ല, ശരീരം മുഴുവൻ വേദനയാണ്. അപ്പോൾ നിങ്ങൾ യേശുവിൻ്റെ ശരീരമാണ്. ഓരോരുത്തരും പല വിധത്തിലുള്ള അവയവങ്ങളാണെന്ന് പറയുമ്പോൾ എൻ്റെ സഭയിൽ എൻ്റെ അടുത്തിരിക്കുന്നവരോ ദൂരെ ഇരിക്കുന്നവരോ ഞാൻ കാരണം വേദനിക്കുമ്പോൾ അങ്ങനെ സ്വന്തം ശരീരത്തെ ആരെങ്കിലും വേദനിപ്പിക്കുമോ? എന്തുകൊണ്ടാണ് വേദനിപ്പിക്കുന്നത്? ശരീരമല്ലാത്തത് കൊണ്ട്. മനുഷ്യൻ നിർമ്മിച്ച സഭ അത് കർത്താവ് സ്ഥാപിച്ചതല്ല. മനുഷ്യനാൽ കണ്ടുപിടിച്ച പാരമ്പര്യങ്ങളെയെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് വചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഈ സഭയിലായിരിക്കുന്നതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടതെന്ന് വിചാരിച്ച് നടക്കുന്നവർ. ഇതിൻ്റെ വെളിച്ചത്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയിലും കണ്ടത് ഹൗ ടു പ്രിപ്പയർ ഫോർ ദ റാപ്ചർ. 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് ഞാൻ കാണിച്ചു. ഒന്ന് യൂണിറ്റി, കണ്ടത് സെപ്പറേഷൻ. മൂന്നാമത്തെ കാര്യമാണ് ഞാൻ വായിച്ച് കൽപ്പിക്കാൻ പോകുന്നത് 1 യോഹന്നാൻ 3:10. ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിൻ്റെ മക്കൾ ആരെന്നും ഇങ്ങനെ വെളിപ്പെടുന്നു. നീതി പ്രവർത്തിക്കാത്ത ഒരുവനും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. ആമേൻ. അവൻ പിശാചിൽ നിന്നുള്ളവനാണ്. സഹോദരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വീണ്ടും ജനിച്ച വ്യക്തികൾക്ക് കർത്താവ് തന്നിരിക്കുന്ന 2 പ്രധാനപ്പെട്ട പ്രമാണമേ ഉള്ളൂ. 10 പ്രമാണങ്ങളെല്ലാം എടുത്തിട്ട് കർത്താവ് അത് 2ആക്കി മാറ്റി. 42 കൊല്ലം വരെ ഞാൻ ഈ കഴിഞ്ഞ 42 വർഷമായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല പല സഭകളിലുള്ള വിശ്വാസികളെ മാത്രമല്ല അവരെ നയിക്കുന്ന പുരോഹിതന്മാരെയും മെത്രാന്മാരെയും കന്യാസ്ത്രീകളെയും സെമിനാരി പഠിക്കുന്ന പിള്ളേരെയും ഒക്കെ പോയി ധ്യാനിപ്പിച്ചിട്ട് എൻ്റെ അനുഭവത്തിൽ നല്ല അധികാരത്തിൽ ബോധ്യത്തിൽ പറയുകയാണ്, ഈ 2 പ്രമാണം പാലിക്കുന്ന ആരെ ഞാൻ കണ്ടിട്ടില്ല. 2 പ്രമാണം എന്നതാ? ഒന്നാമത്തെ പ്രമാണം, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. എന്നതാണ് ഈ പൂർണ്ണ ഹൃദയം എന്ന് പറഞ്ഞാൽ? എൻ്റെ ഹൃദയത്തിൽ വേറെ ഒന്നുമില്ല, വേറെ ആരുമില്ല. നീ ഒരു പെണ്ണിനെ കണ്ടുമുട്ടിയിട്ട് പ്രേമിക്കുക. ശരിക്കും പ്രേമമാണെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും പെണ്ണിനെ കണ്ടാൽ നോക്കുമോ? അതോ ഒരു വിധത്തിൽ ഐ ലവ് യു മറ്റേ കണ്ണുകൊണ്ട് വേറെ അടുത്ത് നോക്കിക്കൊണ്ടിരുന്നാലോ? അത് സ്നേഹമാണോ എന്ന് പറയുന്ന പോലെയാണ്. ഞാൻ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊന്നിനെയും ആരെയും നോക്കത്തില്ല, ആഗ്രഹിക്കത്തില്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എൻ്റെ ഹൃദയം, എൻ്റെ ജീവിതം മുഴുവൻ യേശുവിനാണ്. എൻ്റെ സന്തോഷം, എൻ്റെ സംതൃപ്തി, എൻ്റെ ആനന്ദം, എൻ്റെ സുഖം യേശുവിനെ സ്നേഹിക്കുന്നതാണ്.
പൂർണ്ണ ഹൃദയത്തോടെ, സർവശക്തിയോടെ. എൻ്റെ ശക്തി എന്നതാ? ദൈവം എനിക്ക് തന്ന കഴിവുകൾ, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ ധനം, എൻ്റെ സമ്പത്ത്, എൻ്റെ ആരോഗ്യം, ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? എനിക്ക് വേണ്ടിയല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടിയുമല്ല. അതിനൊക്കെ മുമ്പായിട്ട് യേശുവിന് വേണ്ടി. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഞാൻ പൂർണ്ണമായിട്ട് ആരോഗ്യപരമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എൻ്റെ ശരീരത്തിൽ പലയിടത്തും വേദനയുണ്ടെങ്കിലും ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ആ വേദനകളൊക്കെ സഹിച്ചുകൊണ്ടാണ് നിങ്ങളോട് പ്രസംഗിക്കുന്നത്. കാരണം എനിക്ക് എൻ്റെ യേശുവിനെ സ്നേഹിക്കണം, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ. ഒന്നാമത്തെ പ്രമാണം. രണ്ടാമത്തെ പ്രമാണം, നിന്നെപ്പോലെ നീ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടോ അത്രയും നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നമ്മൾ വായിച്ചു കേട്ട വാചനം ഒന്നുകൂടെ വായിക്കാം. 1 യോഹന്നാൻ 3:10. ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിൻ്റെ മക്കൾ ആരെന്നും ഇങ്ങനെ വെളിപ്പെടുന്നു: നീതി പ്രവർത്തിക്കാത്ത ഒരുവനും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. അല്ല, ഇതാർക്കും ഇഷ്ടപ്പെടുകയില്ല. പക്ഷേ ഞാനല്ല പറഞ്ഞത്, ദൈവം തന്നെ പറഞ്ഞതാ. നമ്മുടെ ഈ ലോകത്തിലെ 2 തരം ആൾക്കാരുണ്ട്. ഇടയ്ക്ക് ആരുമില്ല. ഒന്നെങ്കിൽ നീ പിശാചിൻ്റെ മകനാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകനാണ്. ഏതാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ചിന്തിച്ചോ? സഹോദരനെ സ്നേഹിക്കുന്നില്ലയോ? സഹോദരനോട് സ്നേഹിക്കാൻ പറ്റുന്നില്ലയോ? സഹോദരൻ നിന്നെ ഉപദ്രവിച്ചാലും, നിന്നെ ആക്ഷേപിച്ചാലും, നിനക്ക് ഉപദ്രവം ചെയ്താലും നിനക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? അവനായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ? അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? അവന് വേണ്ടി നന്മ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നീ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നോ അതുപോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം നിനക്ക് സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ നീ ദൈവത്തിൻ്റെ മകനാണ്, അല്ലെങ്കിൽ പിശാചിൻ്റെ മകനാണ്. നീ പള്ളിയിൽ പോയത് കൊണ്ടോ, വചനം പ്രസംഗിച്ചത് കൊണ്ടോ, കൈവെക്കുമ്പോൾ ആൾക്കാർ താഴെ പോകുന്നത് കൊണ്ടോ, രോഗശാന്തി കൊടുക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. ഇതൊക്കെ പിശാചിനും കാണിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഞാനിതൊക്കെ പരിഹരിച്ചു. പിശാചിനും കാണാൻ പറ്റും. പിശാച് നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി പിശാചിനെ പുറത്താക്കി കാണിക്കും, രോഗശാന്തി നടക്കും. ഇതൊന്നുമല്ല. Can you love your neighbor? നീ ശത്രുക്കളെ സ്നേഹിക്കാൻ എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്? കർത്താവ് നമ്മളെ സ്നേഹിച്ച് കാണിച്ചു, ചാട്ടവാറുകൊണ്ട് അടിച്ച്. പ്രിയപ്പെട്ടവരെ, ഞാൻ വായിക്കുമായിരുന്നു, യേശുവിനെ അടിച്ച ചാട്ടവാറിൻ്റെ ഓരോ അടി കഴിയുമ്പോൾ ആ പുറമൊക്കെ പൊളിഞ്ഞ്, ചിന്തിച്ചാൽ നമുക്ക് വിഷമം തോന്നും. പുറം പൊളിഞ്ഞ്, ദശ പൊളിഞ്ഞ്, ഇത്രയും അടിയും ചവിട്ടും തൊപ്പും എല്ലാം കൊണ്ട് കുരിശും കൊണ്ട് പോയി കുരിശിച്ച് കഴിഞ്ഞ് ആ കുരിശിൽ ആണി അടിച്ച് കയറ്റി കിടത്തുമ്പോഴും ആ യേശു പറഞ്ഞത്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, ഇവരെന്താ ചെയ്യുന്നത് അറിയുന്നില്ല. ആ യേശുവിനെയാണോ നിങ്ങൾ അനുഗമിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ അത്തിമരത്തെക്കുറിച്ച് കേട്ടു. ഞാൻ പറഞ്ഞ അത്തിമരം ഒന്ന് ഇസ്രായേലിനെ കാണിക്കുന്നതാണ്. അത്തിമരത്തിൻ്റെ പ്രത്യേകത, അത് ഒരു വിജയത്തെ കാണിക്കുന്നതാണ്. The olive tree stands for triumph and victory. Triumph and victory over sin, over the world and Satan. അപ്പം പാപം എന്നാ അറിയാം, പിശാചിനെ അറിയാം, ലോകം എന്നതാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാ. ലോകമെന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഈ ഭൂമിയോ ആകാശമോ ഒന്നുമല്ല. അതേ ലോകത്തുനിന്ന് വിളിക്കും. പ്രപഞ്ചമല്ല, അതിനെ ലോകത്തെന്ന് വിളിക്കും. എന്നാൽ ലോകത്തിന് വേറൊരർത്ഥം ബൈബിളിലുണ്ട്. നീ ലോകത്തെ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കത്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലോകം എന്നുള്ള വാക്ക് പല അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഒരർത്ഥം സിനിമാ ലോകം. സിനിമാ ലോകം എന്ന് കേൾക്കുമ്പോൾ നമുക്കിഷ്ടപ്പെട്ട അഭിനേതാക്കൾ, അവരുടെയൊക്കെ പേരായിരിക്കും. അല്ലെങ്കിൽ കായിക ലോകം. ഇപ്പോൾ ഒളിമ്പിക്സ് കഴിഞ്ഞതേ ഉള്ളൂ. കായിക ലോകം, സിനിമാ ലോകം, ഇങ്ങനെ പലതിനെ നമ്മൾ ലോകം എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഉദാഹരണമായിട്ട് എന്താണ് ഈ സിനിമാ ലോകം? നമ്മളിപ്പോൾ ടെലിവിഷൻ ഓണാക്കുക, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് ടെലിവിഷൻ്റെ അകത്ത്
രണ്ട് വ്യക്തികൾ, ഒരു നായകനും ഒരു നായകിയും. അവരഭിനയിക്കുക, അവർ പാട്ട് പാടുന്നു, അവർ നൃത്തമാടുന്നു. എന്തുകൊണ്ടാ? അവരെങ്ങനെ അഭിനയിക്കണം, എന്തു പറയണം, എങ്ങനെ പറയണം, എന്തു പാടണം, എങ്ങനെ പാടണം, എങ്ങനെ നൃത്തം ചവിട്ടണം, ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം നമുക്ക് കണ്ടുകൂടാ. പിന്നിലുണ്ട്. ആരാണ് ആ പിന്നിലുള്ളത്? ഈ സിനിമ എടുക്കുന്ന പ്രൊഡ്യൂസർ, നിർമ്മാതാവ്, അല്ലെങ്കിൽ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്ടർ, സംവിധായകൻ. ഇവർ ഗാനം ആലപിക്കുമ്പോൾ ഇവർ ചുണ്ടനക്കുന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ പാടിയത് വേറെ നല്ല പാട്ടുകാരാണ്, അവരെ നമ്മൾ കാണുന്നില്ല. ആ പാട്ടിൻ്റെ കൂടെ നമ്മൾ കാണാത്ത ഒരുപാട് കീബോർഡും ഗിത്താറും ചെണ്ടയും എല്ലാം കൊട്ടി പാടുന്ന ഒരു മ്യൂസിക് മിനിസ്ട്രി ഉണ്ട്, നമ്മൾ കാണുന്നില്ല. അതാണ് പ്രവർത്തിക്കുന്നത്. അവർ നൃത്തമാടണമെങ്കിൽ എങ്ങനെ നൃത്തം ചവിട്ടണം എന്ന് അവരെ നയിക്കുന്ന നൃത്തം പഠിച്ച ഒരാൾ അത് ചെയ്ത് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇവരെല്ലാം കൂടി ഒരു സംവിധാനം ഇവരെ നയിക്കുകയാണ്, ഇവരെ ഭരിക്കുകയാണ്, ഇവരെ നയിക്കുകയാണ് എന്ന് പറയുന്നത് പോലെയാണ് നീ ലോകത്തെ സ്നേഹിക്കരുത് എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ ഉപേക്ഷിച്ച്, ജീവൻ്റെ വൃക്ഷം ഉപേക്ഷിച്ച് നന്മതിന്മകളാകുന്ന സാത്താൻ്റെ വൃക്ഷത്തിലേക്ക് ആദ്യ മാതാപിതാക്കളായ ആദവും ഹവ്വായും പോയി അവർ പെരുകി വർദ്ധിച്ചതാണ് ഈ കാണുന്ന ഞാനും നിങ്ങളും. നമ്മളെ ജനിക്കുമ്പോൾ മുതലേ നമ്മളെ നയിക്കുന്നത്, നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മളോട് സംസാരിക്കുന്നത് പിശാചാണ്. പിശാച് സംസാരിക്കാൻ പിശാച് ആത്മാവാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്യും? യേശുവിനെ സ്വീകരിക്കാത്ത ആൾക്കാർ, വലിയ ഭക്തിയുടെ രൂപത്തിൽ ഇപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെയുള്ള ആൾക്കാർ നമ്മളോട് വലിയ വലിയ നല്ല കാര്യങ്ങളൊക്കെ പറയും, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കും, വചനവും പ്രസംഗിക്കും, രോഗശാന്തിയും കൊടുക്കും. പക്ഷേ അവർക്ക് യേശു ആരാന്ന് അറിയത്തുമില്ല, യേശുവായിട്ട് യാതൊരു ബന്ധവുമില്ല. പിശാച് അവരെ ഉപയോഗിക്കും. ഇത് തിരിച്ചറിയണമെങ്കിൽ ദൈവമക്കൾക്ക് അറിയത്തുള്ളൂ. ആ ലോകം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെയാണ് സ്നേഹിക്കുക? യേശുവിനെയാണോ അതോ ലോകത്തെയാണോ? ഈ അത്തിമരത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ട്രയംഫ് ആൻഡ് വിക്ടറി ഓവർ സിൻ, ഓവർ ദ വേൾഡ്. ഈ ലോകത്തെ ഭരിക്കുന്നത് സാത്താനാണ്. 1 യോഹന്നാൻ 3:10 നമ്മൾ വായിച്ചു. ഇനി ഈ അത്തിമരം, അതിൻ്റെ ബ്രാഞ്ചസ്, ഏരങ്ങൾ, ഇതൊക്കെ സിംബോളിസമാണ്. അതിൻ്റെയൊക്കെ സിമ്പിൾ എന്നതാ? സമാധാനം, അനുരഞ്ജനം. ഇതാണ് കാണിക്കുക. നോഹയുടെ കാലം മുതലേ നമ്മൾ ഇത് കാണുന്നുണ്ട്. നോഹ 40 ദിവസവും 40 രാവും മഴ പെയ്തപ്പോൾ പെട്ടകത്തിൽ കയറി ഇരുന്നു. എന്നാൽ മഴ കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി നോഹ ഒരു പ്രാവിനെ അയച്ചു. ആ പ്രാവ് പോയിട്ട് കൊത്തിയെടുത്തുകൊണ്ട് വന്നത് ഒരു അത്തിയിലയായിരുന്നു. ആ അത്തിയില സൂചിപ്പിച്ചത് പുതുജീവനാണ്. പുതുജീവൻ. പഴയ ദൈവത്തിനെതിരെ പാപം ചെയ്ത പഴയ ഭൂമിയിലെ മനുഷ്യർ മുഴുവനും ചത്തുപോയി. ആരുമില്ല. പുതിയ ഭൂമി. പുതിയ ഭൂമിയിൽ കിളുക്കുന്ന അത്തിമരത്തിൻ്റെ ഇലയും കുത്തിക്കൊണ്ടാണ് പ്രാവ് വന്നത്. ഉൽപ്പത്തി 8:11. വൈകുന്നേരമായപ്പോൾ പ്രാവ് തിരിച്ചു വന്നു. കൊത്തിയെടുത്ത ഒരു ഒലിവില അതിൻ്റെ ചുണ്ടിലുണ്ടായിരുന്നു. വെള്ളമിറങ്ങിയെന്ന് നോഹയ്ക്ക് മനസ്സിലായി. ഈ അത്തി ഇലയുടെ ഇത് ഒലിവില നമ്മളെ കാണിച്ചു തരുന്നത് വീണ്ടും സമാധാനമായി ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടേണ്ട ഒരവസ്ഥയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ ഗെത്സമേൻ തോട്ടത്തിൽ ഇന്നും ഒരുപാട് ഒലിവ് മരങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഗെത്സമേൻ തോട്ടത്തിൽ, മൗണ്ട് ഓഫ് ഓലിവ്സിൽ ആ പൂത്തു നിൽക്കുന്ന ആ ഒലിവ് മരങ്ങൾ സന്തോഷത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും അബണ്ടൻസിൻ്റെയും അടയാളമാണ്.
The tree's faithfulness and ability to thrive suggests the model of righteousness in a person. നമുക്ക് സങ്കീർത്തനം 52:8 വായിക്കാം. ഞാനോ ദൈവഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവ് വൃക്ഷം പോലെയാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തിൽ എന്നും എന്നേക്കും ഞാൻ ആശ്രയിക്കുന്നു. ഓക്കെ, ഹോസിയ 14:6 കൂടെ. അവൻ്റെ ശാഖകൾ പടർന്ന് പന്തലിക്കും, അവന് ഒലിവിൻ്റെ മനോഹാരിതയും ലെബാനോൻ്റെ പരിമളവും ഉണ്ടായിരിക്കും. സങ്കീർത്തനം 128 3 വായിച്ചേ. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. ആമേൻ. Olive tree is a symbolic of the anointing of the Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെയാണ് ഒരു ഒലിവ് മരം സൂചിപ്പിക്കുന്നത്. അതിന് ദൈവം ഉപയോഗിക്കുന്ന ചില ഉദാഹരണങ്ങളാണ്. നമുക്ക് ജെറമിയ 11:16-17 വരെ വായിക്കാം. മനോഹര ഫലങ്ങളാൽ ശോഭിതമായ പച്ച ഒലിവ് വൃക്ഷം എന്ന് യഹോവ നിനക്ക് പേർ വിളിച്ചിരിക്കുന്നു. വലിയ കോലാഹലത്തോടെ അവിടുന്ന് അത് തീ വച്ചിരിക്കുന്നു. അതിൻ്റെ ശാഖകൾ ഒടിഞ്ഞു പോയിരിക്കുന്നു. ഇസ്രായേൽ ഗൃഹവും യഹൂദ ഗൃഹവും ബാലിന് ധൂപം കാട്ടി എന്ന കോപിച്ച് തങ്ങൾക്ക് എതിരായി ദുഷ്കർമ്മം ചെയ്യുകയാൽ നിന്നെ നട്ടവനായ സൈന്യങ്ങളുടെ യഹോവ നിനക്ക് അനർത്ഥം വിധിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി, ദൈവവുമായിട്ടുള്ള അവരുടെ കവനൻ റിലേഷൻഷിപ്പിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആണ് ഈ ഒലിവ് മരം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ജനം എന്ന് പറയുന്നത്, അന്ന് ദൈവത്തിൻ്റെ ജനം ഇസ്രായേൽ ജനമായിരുന്നു. അവരെ കാണിക്കുന്നത് ഈ ഒലിവ് മരത്തിലെ കാണിച്ചുകൊണ്ടാണ്. അതിൻ്റെ കൃഷിക്കാരൻ ദൈവമാണ്. ദ ഫാർമർ ഈസ് ഗോഡ്. ആൻഡ് കർത്താവ് എന്നതാ പറയുന്നത്? കർത്താവ് പറഞ്ഞത്, അവർ ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഈ ഒലിവ് മരത്തെ മുറിച്ച് നശിപ്പിച്ച് കളയും. അതായത് അന്യദൈവങ്ങളെ ആരാധിച്ചാൽ അവരെ നിശേഷം നീക്കിക്കളയും. നമുക്ക് റോമ 11:17-24 വായിക്കാം. ഒലിവ് മരത്തിൻ്റെ ശാഖകളിൽ ചിലത് മുറിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവിൻ്റെ മുളയായ നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കുപറ്റുകയും ചെയ്യുന്നെങ്കിൽ നീ ആ ശാഖകളേക്കാൾ വലിയവനാണ് എന്ന് അഭിമാനിക്കരുത്. അഭിമാനിക്കുന്നുവെങ്കിൽ നീ വേരിനെ താങ്ങുകയല്ല, വേര് നിന്നെ താങ്ങുകയാണ് എന്ന് ഓർത്തുകൊള്ളുക. എന്നെ ഒട്ടിച്ചു ചേർക്കേണ്ടതിനാണ് ശാഖകൾ മുറിക്കപ്പെട്ടത് എന്ന് നീ പറഞ്ഞേക്കാം. അത് ശരി തന്നെ. അവരുടെ അവിശ്വാസം നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു. എന്നാൽ നീ വിശ്വാസം വഴി ഉറച്ചു നിൽക്കുന്നു. ആകയാൽ അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോടെ വർത്തിക്കുക. എന്തെന്നാൽ സ്വാഭാവിക ശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത നിലയ്ക്ക് നിന്നോട് കാണിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാഠിന്യവും നിന്റെ ശ്രദ്ധയിൽ ഇരിക്കട്ടെ. വീണവനോട് കാഠിന്യവും ദൈവത്തിൻ്റെ കൃപയിൽ നിലനിന്നാൽ നിന്നോട് കാരുണ്യവും അവിടുന്ന് കാണിക്കും. അല്ലെങ്കിൽ നീയും മുറിച്ചു നീക്കപ്പെടും. തങ്ങളുടെ അവിശ്വാസത്തിൽ തുടരാത്ത പക്ഷം അവരും ഒട്ടിച്ചു ചേർക്കപ്പെടും. അവരെ വീണ്ടും ഒട്ടിച്ചു ചേർക്കാൻ ദൈവത്തിന് കഴിയും. വനത്തിലെ ഒലിവ് മരത്തിൽ നിന്ന് നീ മുറിച്ചെടുക്കപ്പെട്ടു. കൃഷിസ്ഥലത്തെ നല്ല ഒലിവിന്മേൽ പ്രകൃതി സഹജമല്ലാത്ത വിധം ഒട്ടിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ സ്വാഭാവിക ശാഖകൾ അവയുടെ തായ് തണ്ടിൽ വീണ്ടും ഒട്ടിക്കപ്പെടുക എത്രയോ യുക്തം. ആമേൻ. ഈ വായനയോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഗോഡ് ഈസ് ടീച്ചിങ് എ ലെസൺ ടു ദ ജെൻറ്റൈൽ ബിലീവേഴ്സ്. അതായത് വിശ്വാസികളല്ലാത്ത, യേശുവിനെ പൂർണ്ണമായിട്ട് സ്വീകരിക്കാത്തവർക്കുള്ള ഒരു അറിവാണ്. ദ കൾട്ടിവേറ്റഡ് ഓലിവ് ട്രീ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ യഥാർത്ഥ ജനമാകുന്ന ഇസ്രായേലാണ്. ദ വൈൽഡ് ഓലിവ് ട്രീ ജെൻറ്റൈൽ ബിലീവേഴ്സ്. നമ്മളൊക്കെ ജെൻറ്റൈൽ ബിലീവേഴ്സ് ആയിരുന്നു.
ദ കൾട്ടിവേറ്റഡ് ഓലിവ് ട്രീ കർത്താവ് ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്യും, വെട്ടി കൊടുക്കും. എന്തിനാണ് അത് വെട്ടുന്നത്? കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി. എന്നാൽ ഫലം തരാത്തതിനെയൊക്കെ വെട്ടിക്കളഞ്ഞ് ദൂരെ എറിയുകയാണ്. അങ്ങനെ ദൂരെ എറിയുമ്പോഴും ഒരു കാര്യം പറയുന്നുണ്ട്, അതിൻ്റെ വേരവിടെ കാണും. അത് മനഃപൂർവ്വം ദൈവം അതിൻ്റെ വേര് അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. കാരണം ആ വേര് ഒരു കാലത്ത് ഫലമില്ലെങ്കിലും പിന്നീട് അവർ മാനസാന്തരപ്പെട്ടാൽ ഈ യഥാർത്ഥ ദൈവജനവുമാകുന്ന ഈ ഒളിവ് ട്രീയുമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യും. നമ്മളൊക്കെ അങ്ങനെ ദൈവത്തിൻ്റെ യഥാർത്ഥ ജനമായ ഇസ്രായേലിൻ്റെ അനുഗ്രഹങ്ങളോട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ അവിടുന്ന് മാത്രമേ ഉള്ളൂ ഇസ്രായേലും ഇന്നത്തെ നമ്മളായിരിക്കുന്ന സഭയും യഥാർത്ഥ ജീവൻ നമുക്ക് കിട്ടുന്ന അവിടുന്നാണ്. ഇതുകൊണ്ടാണ് യേശുക്രിസ്തുവിലാണ് നമ്മുടെ വിജയമെന്ന് 1 കൊറിന്ത്യൻസ് 15:57. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖേന നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. അപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിലായിരിക്കണം. എങ്ങനെയാണ് യേശുക്രിസ്തുവിലായിരിക്കുക? ദൈവം നമ്മളെ വിളിച്ചതും നമ്മളെ സൃഷ്ടിച്ചതും നമ്മളെ കണ്ടതും യേശുക്രിസ്തുവിൽ മാത്രം. എന്നെ നിങ്ങളെയും കർത്താവ് നോക്കുമ്പം വേറെ എങ്ങും നോക്കാറില്ല, യേശുക്രിസ്തുവിലേക്ക് നോക്കും. അവിടെ നിങ്ങളുണ്ടോ, ഞാനുണ്ടോ? അപ്പം ഞാൻ എപ്പോഴും യേശുക്രിസ്തുവിലായിരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യേശുക്രിസ്തു ദൈവത്തിൻ്റെ വചനമാണ്. വചനത്തിൽ ജീവിച്ചാൽ ഞാൻ യേശുക്രിസ്തുവിലാണ്. അതുകൊണ്ടാണ് സഭ, യേശുവിൻ്റെ ശരീരമാകുന്ന സഭ വചനത്തിൽ ജീവിക്കുന്നതാണ്. അനേക സഭകൾ പാരമ്പര്യത്തിൽ ജീവിക്കുക. ആ സഭയൊക്കെ നോക്കി കർത്താവ് പറയും, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം ദൈവവചനത്തെ മാറ്റിവെച്ചിരിക്കുക. അങ്ങനെയുള്ള സഭകൾ നമ്മുടെ മധ്യത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് തലയാണ്, ശിരസ്സാണ്. ആ ശരീരത്തിലെ അവയവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിരസ് യേശുവാണ്. നമ്മൾ ഓരോരുത്തരും വിവിധ അവയവങ്ങളാണ്. ഇന്ന് യേശു ദൈവത്തിൻ്റെ വലത്തുവശത്താണ് ഇരിക്കുക, നമ്മൾ ഈ ഭൂമിയിലുമാണ്. എന്നാൽ നമ്മൾ യേശുവിൻ്റെ ശരീരമാകുന്ന സഭയിലാണ്. ദ ചേർച്ച് ഈസ് ജീസസ്. ഞാൻ കവനന്റ് പീപ്പിളുടെ കാര്യം മാത്രം പറയുക, ബാക്കിയാരെ ഒഴിവാക്കുകയല്ല. ഇപ്പം ഞാൻ എന്നെ കേൾക്കാൻ കൂടുതൽ ആഗ്രഹിക്കുന്നതും കാണുന്നതും കവനന്റ് പീപ്പിൾ ആയതുകൊണ്ട്, കവനന്റ് പീപ്പിള് എന്ന് പറയുന്ന ഈ ലോക്കൽ ചർച്ച് അത് യേശുവാണ്. ആ കവനന്റ് പീപ്പിൾ ഇവിടെ ആയിരിക്കുന്നത് യേശുവിനെ റിപ്രസെൻ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ കവനന്റ് പീപ്പിളിൽ ഒരുപാട് അംഗങ്ങളുണ്ട്. എല്ലാ അംഗങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിധേയപ്പെട്ട് സഹകരിച്ച് ഐക്യത്തോടുകൂടി, പ്രത്യേകിച്ച് ശിരസ്സാകുന്ന യേശുവിനോടുകൂടി, ആ യേശുവിൻ്റെ ശിരസ് ഒരു സഭയിൽ വരുമ്പോൾ ഒരു പാസ്റ്റർ ആ യേശുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുക. അപ്പോൾ ആ പാസ്റ്ററുമായിട്ട് യോജിച്ച് മുന്നോട്ട് പോകുക. പഴയ നിയമത്തിൽ ദൈവം ലോകത്തെ നശിപ്പിച്ചപ്പോൾ ഒരു കാര്യം ഓർത്തോണം, അവൻ ചില കുടുംബങ്ങളെയൊക്കെ രക്ഷിച്ചു. ആ കുടുംബങ്ങളൊക്കെ അവനോട് വിശ്വസ്തത കാണിച്ചതാണ്. അതിലൊരു ഉദാഹരണമാണ് നോഹയുടെ കുടുംബം. ഉൽപ്പത്തി 6:5-8 വരെ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. കർത്താവ് അരുളി ചെയ്തു, എൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂമുഖത്ത് നിന്ന് ഞാൻ തുടച്ചു മാറ്റും. മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പറവകളെയും ഞാൻ നാമാവശേഷമാക്കും. അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു. എന്നാൽ നോഹ കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായി. ആമേൻ. നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് താൻ സൃഷ്ടിച്ച മനുഷ്യരെ ഓർത്ത് ദുഃഖിക്കുന്ന മാത്രമല്ല, ഐ റിപ്പൻ്റ് എന്നാണ് പറഞ്ഞത്, പരിതപിക്കുക. കർത്താവ് തെറ്റുപറ്റിപ്പോയി ഇവരെ സൃഷ്ടിച്ചതിന്. അവരുടെ പാപം കണ്ടിട്ട് അവരെ എല്ലാം നശിപ്പിച്ചു. പക്ഷേ ഒരാളെയും, കുടുംബത്തെ മാത്രം, നോഹയെ മാത്രം കുടുംബത്തോടെ രക്ഷിച്ചു. ദൈവം രക്ഷിക്കുമ്പോൾ എപ്പോഴും കുടുംബത്തോടെയാണ് രക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ,
ദൈവം തനിക്കെതിരെ പാപം ചെയ്യുന്നവരെ, തന്നെ ഒപ്പോസ് ചെയ്യുന്നവരെ ശിക്ഷിച്ചിരിക്കും. നമുക്ക് യാക്കോബ് 4:6 വായിക്കാം. അവിടുന്ന് നമുക്ക് അധികം കൃപ നൽകുന്നു. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ആമേൻ. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോഴും ദൈവം തൻ്റെ ജനത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു വഴി തുറന്നിട്ടുണ്ട്. സങ്കീർത്തനം 55:16. ഞാനോ യഹോവയെ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. ആമേൻ. നമുക്കിത് 1 പത്രോസ് 3:18-20 വരെ ഒന്ന് വായിക്കാം. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു. അത് നീതിരഹിതർക്കു വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് നിങ്ങളെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. ആത്മാവോട് കൂടെ ചെന്ന് അവൻ ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. അവരാകട്ടെ നോഹിൻ്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ക്ഷമാപൂർവം കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. ആ പെട്ടകത്തിൽ ഉണ്ടായിരുന്ന 8 പേർ മാത്രമേ ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചുള്ളൂ. ആമേൻ. നമുക്ക് അടുത്തതായിട്ട് ഉൽപ്പത്തിയുടെ 19-ാം അധ്യായം 15-26 വരെ വായിച്ചാൽ കാണാം. നോഹയുടെ കുടുംബത്തെ മാത്രമല്ല രക്ഷിച്ചത്, അതുപോലെ തന്നെ അബ്രാഹത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന വഴി അബ്രാഹത്തിൻ്റെ സഹോദരൻ്റെ മകനായ ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കുന്ന വലിയ നാശത്തിൽ നിന്നും രക്ഷിക്കുന്ന രംഗമാണ് ഉൽപ്പത്തി 19:15-26 വരെ വായിക്കാം. ഉഷസായപ്പോൾ ആ ദൂതന്മാർ ലോത്തിനെ നിർബന്ധിച്ചുകൊണ്ട്, വേഗം നിന്റെ ഭാര്യയെയും 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ടു പോകുക, അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങൾ നശിച്ചു പോകും എന്ന് പറഞ്ഞു. അയാൾ മടിച്ചു നിന്നപ്പോൾ അവർ അയാളെയും ഭാര്യയെയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്തേക്ക് നയിച്ചു. യഹോവയ്ക്ക് അവരോട് കരുണയുണ്ടായി. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവരിൽ ഒരുവൻ, പ്രാണരക്ഷയ്ക്കായി ഓടിക്കൊള്ളുക, തിരിഞ്ഞു നോക്കരുത്, സമഭൂമിയിൽ ഒരിടത്തും തങ്ങരുത്, മലകളിലേക്ക് ഓടുവിൻ, അല്ലെങ്കിൽ നിങ്ങൾ നിശേഷം നശിച്ചു പോകുമെന്ന് പറഞ്ഞു. എന്നാൽ ലോത്ത് അവരോട്, കർത്താവേ, ദയവായി അങ്ങനെ ചെയ്യരുതേ. അങ്ങേക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ. എൻ്റെ ജീവനെ രക്ഷിച്ചതിലൂടെ അവിടുന്ന് വലിയ കരുണ കാണിച്ചിരിക്കുന്നു. എനിക്ക് മലമുകളിലേക്ക് ഓടുവാൻ നിവൃത്തിയില്ല. വിപത്ത് എന്നെ മൂടിക്കളയും, ഞാൻ മരിച്ചു പോകുകയും ചെയ്യും. ഇതാ, ഓടിച്ചെന്നെത്തുവാൻ തക്കവണ്ണം സമീപത്തായി ഒരു ചെറിയ പട്ടണമുണ്ടല്ലോ, അതിലേക്ക് ഓടിപ്പോകുവാൻ എന്നെ അനുവദിക്കണമേ. അത് തീരെ ചെറിയതുമാണ്, എങ്കിൽ എൻ്റെ ജീവൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. അവിടുന്ന് അവനോട്, വളരെ നന്ന്, ഈ അപേക്ഷയും ഞാൻ അനുവദിച്ചു തരും. നീ പറയുന്ന പട്ടണം ഞാൻ നശിപ്പിക്കുകയില്ല. എന്നാൽ പെട്ടെന്ന് അവിടേക്ക് ഓടുക. നീ അവിടെ എത്തുന്നത് വരെ എനിക്കൊന്നും ചെയ്യുവാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ പട്ടണത്തിന് സോവേർ എന്ന് പേരായി. ലോത്ത് സോവേറിൽ എത്തിയപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ യഹോവ സോദോമിൻ്റെയും ഗോമേരയുടെയും മേൽ ആകാശത്ത് നിന്ന്, യഹോവയുടെ സന്നിധിയിൽ നിന്ന് തന്നെ, അഗ്നിയും ഗന്ധകവും വർദ്ധിപ്പിച്ചു. ഇപ്രകാരം അവിടുന്ന് ആ സമഭൂമിയെ നിശേഷമായി, ആ നഗരങ്ങളെയും അവയിൽ പാർത്തിരുന്ന സകലരെയും ദേശത്തെ സസ്യാദികളെയും നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ ലോത്തിൻ്റെ ഭാര്യ പുറകോട്ട് നോക്കി, അവൾ ഉപ്പുതൂണായി തീർന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളത് ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ വീണ്ടും കേൾക്കുക. ഇതെല്ലാം വായിക്കാൻ സമയമില്ല. പിന്നെയും ഇതിനകത്ത് ഒരു കാര്യം കാണണം. നമ്മൾ ഈ 2 നോഹയുടെ കാലത്തെ കാര്യവും ലോത്തിൻ്റെ കാലത്തെ കാര്യവും, പാപം വർദ്ധിച്ചപ്പോൾ ദൈവം കൊടുത്ത ശിക്ഷയും, എന്നാൽ ദൈവം മനുഷ്യർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗവും കൊടുത്തിട്ടുണ്ട്. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുക. എന്നാൽ നമ്മൾ സ്വയമായിട്ട് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിക്കാതെ, എളിമപ്പെടാതെ, വിധേയപ്പെടാതെ, അനുസരിക്കാതെയൊക്കെ ഇരുന്നാൽ
കർത്താവിന് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ലോത്തിൻ്റെ കുടുംബത്തെ രക്ഷിച്ചു. എന്നാൽ ഭാര്യ പറഞ്ഞത് കേട്ടില്ല. ലൗകികത കൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി. അവിടെ ഉപ്പ് തൂണായി മാറി എന്നാണ് പറയുന്നത്. ഇന്നും അവിടെയൊക്കെ ടൂറിന് പോകുന്ന ആൾക്കാർ പറയുന്നുണ്ട്, ഇന്നും ലോത്തിൻ്റെ ഭാര്യ ഉപ്പ് തൂണായിട്ട് നിൽക്കുന്നത് ഇന്നുമുണ്ട്. 2000 വർഷം കഴിഞ്ഞിട്ടും ആ ഉപ്പ് തൂണോടെ ഉണ്ട്. അപ്പം നമ്മളെ ഇന്ന് കർത്താവ് വിളിക്കുമ്പം നമ്മളെങ്ങനെ പ്രത്യുത്തരം കൊടുക്കുന്നത്? വലിയ അനുഭവത്തോടെ വചനമെല്ലാം കേട്ട് സന്തോഷത്തോടെ വന്നു. എത്ര കൊല്ലമായി? 10 കൊല്ലമോ 25 കൊല്ലമോ 50 കൊല്ലമോ വചനപ്രഘോഷകനായിരിക്കാം. പക്ഷേ നിൻ്റെ ആത്മാവ് ഇന്ന് ഉപ്പ് തൂണാണോ? തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണോ? ഏതാണ്ടൊക്കെ വചനം ബുദ്ധി കൊണ്ട് പഠിച്ചിട്ട് സ്റ്റേജിൽ കയറി ചുമ്മാ അങ്ങ് കീച്ചിയേക്കുവാണ്. അറിവില്ലാത്തവർ ഇതൊക്കെ വലിയ ദൈവവാക്യം പറഞ്ഞുകൊണ്ട് കുറിച്ചെടുത്ത് ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇതൊന്നും അല്ല പ്രിയപ്പെട്ടവരെ, കർത്താവ് തരുന്ന ഒരു അവസരമാണ്. കർത്താവിൻ്റെ സഭയെ, യഥാർത്ഥ സഭയെ വിളിക്കുന്നത് ദൈവഭവനമെന്നാണ്. 1 തിമോത്തി 3:15 വായിച്ചേ. ഇപ്പോൾ ഇത് എഴുതുന്നതാകട്ടെ, എനിക്ക് താമസം നേരിട്ടാൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സഭയും സത്യത്തിൻ്റെ തൂണും കോട്ടയുമായ ദൈവഭവനത്തിൽ ഒരുവൻ പെരുമാറേണ്ടത് എങ്ങനെയെന്ന് നിന്റെ അറിവിനായി നിർദ്ദേശിക്കാനാണ്. ദൈവഭവനം, ഇവിടെ ഈ വചനത്തിൽ കർത്താവ് തൻ്റെ സഭയെ വിളിക്കുന്നത് ദൈവഭവനം. കർത്താവിൻ്റെ സഭ ലോകം മുഴുവനും കിടക്കുകയാണ്. അമേരിക്കയിലുള്ള ആൾക്കാരും ആഫ്രിക്കയിലുള്ള ആൾക്കാരും കോട്ടയത്തുള്ള ആൾക്കാർക്കും എപ്പോഴും കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ലോക്കൽ സഭയുണ്ട്. ഈ ലോക്കൽ സഭ ദൈവത്തിൻ്റെ വലിയ ഭവനത്തിൻ്റെ ഒരംശമാണ്. ഇന്ന് കോട്ടയത്ത് കൂടുന്ന ഈ സഭ, കാഞ്ഞിരപ്പള്ളി കൂടുന്ന ഈ സഭ, അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ കൂടുന്ന സഭകൾ യഥാർത്ഥമായ ദൈവഭവനത്തിൻ്റെ ഒരംശമാണ്. അവിടെ നിങ്ങൾ എങ്ങനെയാണ് സത്യത്തിൻ്റെ തൂണ് വായിച്ച? സത്യത്തിൻ്റെ തൂണും സത്യത്തിൻ്റെ തൂണും കോട്ടയുമായ സത്യത്തിൻ്റെ തൂണും കോട്ടയുമായ ഈ ദൈവഭവനം. അപ്പോൾ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ദൈവം എന്നിലൂടെയോ മറ്റേതെങ്കിലും ദേവദാസന്മാരിലൂടെയോ സംസാരിക്കുമ്പം ഇത് ജോസാണ് പറയുന്നത്, അല്ലെങ്കിൽ തോമായാണ് പറയുന്നത്, യാക്കോബാണ് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിമർശിക്കാതെ ഇവിടെ യേശുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളുടെ യേശുവിനെ കണ്ട് എളിമയോടെ കേട്ട് സ്വീകരിച്ച് ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ദൈവഭവനത്തിലാണ് സത്യത്തിൻ്റെ കോട്ട. അത് മനസ്സിലായിക്കണം. ഇന്ന് അനേകർ ഈ വർഷങ്ങളിലൂടെ കടന്നുപോയത്, വിട്ടുപോയത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചത് കിട്ടാഞ്ഞിട്ട് ഒക്കെ പോയവരുണ്ട്. ഞാൻ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നിങ്ങളുടെ കണ്ണ് തുറന്നു തരട്ടെ. ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വീടുകളിൽ യഥാർത്ഥമായിട്ട് ഇതേക്കുറിച്ചൊക്കെ ഈ 3 പ്രഭാഷണങ്ങളിലൂടെ 3 ആഴ്ചകളിലൂടെ കിട്ടിയ ഈ പ്രഭാഷണങ്ങളിലൂടെ നിങ്ങൾക്ക് ബോധ്യം വന്നിട്ട് കണ്ണുനീരോടെ കർത്താവിന് മുമ്പ് ഇപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മുട്ടുമേ നിൽക്കുകയോ എഴുന്നേൽക്കുകയോ ചെയ്ത് കർത്താവിലേക്ക് കരങ്ങൾ ഉയർത്തുക. ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ നാഥനും കർത്താവും രക്ഷകനുമായ യേശുവേ, നീ പറഞ്ഞ വലിയ സത്യം ഞങ്ങൾ കർത്താവെ നിൻ്റെ വരവിന് വേണ്ടി ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. എല്ലാ അടയാളങ്ങളും കണ്ടു കഴിഞ്ഞ് കർത്താവെ, ഇപ്പോൾ ഇസ്രായേലിൻ്റെ തിരിച്ചു വരവും ലോകം മുഴുവനും സുവിശേഷം പ്രസംഗിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കർത്താവെ. ഏത് നിമിഷവും നീ വരുമെന്ന് ഞങ്ങൾക്കറിയാം. അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഈ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് കണ്ണീരോടെ നിൽക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ കൃപ കൊടുക്കണമേ. ഈ കുടുംബം അവരെ കുടുംബത്തോടെ രക്ഷ പ്രാപിക്കാനായിട്ട് അങ്ങ് വരുമ്പോൾ വാനമേഘങ്ങൾ എടുക്കപ്പെടാൻ വേണ്ടി കർത്താവെ ആരെയും ഇവിടെ അവശേഷിക്കരുതേ. അവശേഷിക്കുന്നവർക്ക് വരാൻ പോകുന്ന ദുരിതങ്ങൾ കർത്താവെ കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല. അത്രമാത്രമായ കഠിനമായ പ്രയാസങ്ങൾ കർത്താവെ, അതിലൊക്കെ അവർ ഏർപ്പെടാതെ നിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാൻ എല്ലാവരും ഒന്നിച്ച് സ്നേഹത്തിൽ, ഐക്യത്തിൽ, ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ, ക്ഷമ ചോദിക്കാനുണ്ടെങ്കിൽ അതിനുള്ള എളിമ കൊടുത്ത് അവരെ വിളിച്ച് ക്ഷമിക്കാനും ക്ഷമ കൊടുക്കാനും ഒക്കെയുള്ള അവസരം കൊടുക്കണമെന്ന് യേശുനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ ശിരസ് മുതൽ പാദം വരെ നിൻ്റെ പരിശുദ്ധ രക്തത്താൽ പൊതിയണമേ. കാവൽദൂതന്മാർ അവിടെ ചുറ്റും നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. God of our fathers, we proclaim your name. Show the way to your chosen people. Rock defender, we trust only you. In the name of Yeshua. God of our fathers, we proclaim your name. Comforter, giver of joy, we find this from our troubles in you. In the name of Yeshua, we will lift up the precious name of our Savior. We will give Him glory. We will lift up the holy name of Yeshua. We will lift up the precious name of our Savior. We will give Him glory. We will lift up the holy name of Yeshua. In the holy name of Yeshua. God of our fathers, we proclaim your name. You who sees our needs, who keeps your promise. You are God, our shepherd, we lack nothing. In the name of Yeshua. God of our fathers, we proclaim your name. There is no other name by which you save. Joy and liberty are given this name. In the name of Yeshua. We will lift up the precious name of our Savior. We will give Him glory. We will lift up the holy name of Yeshua. We will lift up the precious name of our Savior. We will give Him glory. We will lift up the holy name of Yeshua. In the holy name of Yeshua. The name of salvation, the name of redemption, the name of deliverance, Emmanuel. The name of salvation, the name of redemption, the name of deliverance, Emmanuel. The name of salvation, the name of redemption, the name of deliverance, Emmanuel. The name of salvation, the name of redemption, the name of deliverance, Emmanuel. We will lift up the precious name of our Savior. We will give Him glory. We will lift up the holy name of Yeshua. We will lift up the precious name of our Savior. We will give Him glory. We will lift up the holy name of Yeshua. We will lift up, Oh Jesus. the precious name of Hallelujah. our Savior. We will give Him glory. We will lift up the holy name of Yeshua. In the holy name of Yeshua. The name of salvation, the name of redemption, the name of deliverance, Emmanuel. The name of salvation, the name of redemption, the name of deliverance, Emmanuel. The name of salvation, the name of redemption, the name of deliverance, Emmanuel. The name of salvation, the name of redemption, the name of deliverance, Emmanuel.
name of deliverance, in